സോണിക്കുട്ടിക്ക് 3 വയസ്സല്ലേ ആയുള്ളൂ. കുട്ടികൾ തമ്മിൽ 4-5 വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കുട്ടികൾക്കും നല്ലതാണ്, അമ്മമാർക്കും നല്ലതാണ്. ഞാനിത് എല്ലാരോടും പറയാറുള്ളതാ. പക്ഷേ കഴിഞ്ഞ ഡെലിവറി സമയത്ത് ഞാനിത് പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്താനാ, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഗൈഡൻസ്. ഫോർച്ചുനേറ്റ്ലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണുന്നില്ല, പേടിക്കാനൊന്നുമില്ല. പക്ഷേ മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കണം കേട്ടോ. ആ കല്യാണമൊക്കെ എവിടം വരെ ആയി? 21-നല്ലേ? ആ ഞാൻ വരും, തീർച്ചയായിട്ടും വരും. 2-3 നേരം പായസമൊക്കെ കാണൂല്ലേ? ഓ എനിക്കാണെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ള ഒരു സാധനം വേറെ ഒന്നില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. പറ്റേ? ഓക്കെ. ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ വീണ്ടും ഇത്ര പെട്ടെന്ന് ആവേണ്ടിയില്ലായിരുന്നു? അതെ, ഡോക്ടർ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട്. അല്ല പിന്നെ ഇതൊക്കെ ഇന്നപ്പോ വേണമെന്നും ഇന്നപ്പോ വേണ്ടെന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും ആണോ പറ്റ്? ഞാൻ നമ്മുടെ ഓരോ ഗതികേട് ആലോചിക്കുക. കല്യാണം കഴിഞ്ഞിടയ്ക്ക് എവിടെയെങ്കിലും LFC എടുത്ത് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അച്ഛനും അനിയത്തി ഒറ്റയ്ക്കാവുമല്ലോ എന്നായിരുന്നു നിർമ്മലയുടെ ഭക്ഷണം. സൗകര്യമായിട്ടൊന്ന് മാറി താമസിക്കാന്ന് വെച്ചാൽ അത് നടക്കണ്ടായി. അപ്പോഴേക്കും സോണിമോളുണ്ടായി. എന്നാ പിന്നെ സീതയുടെ കല്യാണം കഴിഞ്ഞിട്ടാകാം മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു മധുവിധു എന്ന് കരുതിയപ്പോ കിടക്കുന്നു. അയ്യോ, മോളിപ്പോ ഒറ്റയ്ക്കാണ്, ചിറ്റമ്മ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവും. നിർമ്മലക്ക് എല്ലാ കാര്യത്തിലും ആവശ്യത്തിലും കൂടുതലാണ് കൺസേൺ. ഒന്ന് സമാധാനമായിട്ടിരുന്നേ. ഹരിയുടെ അമ്മ പരിചയമില്ലാത്ത ആളോ മറ്റോ ആണോ? അടുത്ത്